അടുത്ത് നിൽക്കുന്നവരും അടുത്തായിരിക്കുന്നവരും എത്ര പെട്ടെന്നാണ് അകലങ്ങളിലേക്ക് പോയത്. നിങ്ങൾ സുരക്ഷിതരല്ല. അവനെ ഏറ്റെടുക്കുമ്പോൾ എതിരുകൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. എല്ലാവരാലും നിങ്ങൾ ദേക്ഷിക്കപ്പെടും, എങ്കിലും നിങ്ങൾ ദരിദ്രമാവുകയില്ല. ദൈവകൃപയുള്ളവർക്ക് കൂട്ടുവരുന്നത് പ്രതിസന്ധികളാണ്. ഒറ്റയാക്കപ്പെടും, ഒറ്റിക്കൊടുക്കപ്പെടും, വിൽക്കപ്പെടുകയും വിലയില്ലാതെ ഗണിക്കപ്പെടുകയും ചെയ്യും. പരിഹസിക്കപ്പെടുകയും പരാജിതനെന്ന് മുദ്ര കുത്തുകയും ചെയ്യും. കൂടെ ആരുമില്ലാതാകും. കൂട്ടുനിന്നവർ ചോര വിയർക്കുന്നത് കാണുമ്പോൾ കുതറിമാറും. വിചാരണകൾ തുടർന്നുകൊണ്ടേയിരിക്കും. തെളിവുകൾ നിനക്കെതിരെ തിളങ്ങി നിൽക്കും. നിസ്സഹായതയുടെ നിലാവ് നിങ്ങൾക്ക് മീതെ ഉദിച്ചു നിൽക്കും. അപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കണം: എനിക്ക് മുമ്പേ ഒരാൾ ഇങ്ങനെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഒറ്റിക്കൊടുക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവനെല്ലാത്തിനെയും അതിജീവിച്ചു. അതുപോലെ പരിക്ക് പറ്റിയിടങ്ങളിൽ നിന്നും പ്രകാശിക്കുവാനും അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.